FCRA നിയമ ഭേദഗതി സാധാരണക്കാരെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒന്നല്ല എന്ന തരത്തിലുള്ള കമന്റുകൾ പലരും പറയുന്നുണ്ട്. അതിനിടയിലാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികനായ ഫാദർ ജെയിംസ് കൊക്കാവയലിൽ എഴുതിയൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. അതിങ്ങനെയാണ്: FCRAയുമായി ബന്ധപ്പെട്ട് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു പോസ്റ്റ് ഒരു സംഘടന ഇറക്കിയതാണ്. FCRA നിയമ ഭേദഗതി സാധാരണക്കാരെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒന്നല്ല എന്നതാണ് അതിലെ വാചകം. ആരാണ് സാധാരണ ക്രിസ്ത്യാനി? ആരാണ് അസാധാരണ ക്രിസ്ത്യാനി? സഭയിൽ വിഭാഗീയത ഉണ്ടാക്കാനായി ബോധപൂർവം നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണിത്. ക്രിസ്ത്യാനികളെ മാത്രമല്ല, മറ്റു മതങ്ങളിലെ ആയിരക്കണക്കിന് സാധാരണക്കാരെ കൂടെ ബാധിക്കുന്ന പ്രശ്നമാണിതെന്നതാണ് യാഥാർത്ഥ്യം. വിദേശ സഹായങ്ങൾ കേരള സഭ അല്ലെങ്കിൽ ഭാരത സഭ സ്വീകരിക്കാൻ ആരംഭിച്ചതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. വിദേശ സഹായത്തോടെ ഭക്ഷ്യധാന്യങ്ങളും പോഷകാഹാരങ്ങളും സഭ ധാരാളമായി വിതരണം ചെയ്യുകയും ഈ നാട്ടിൽ നിന്ന് പട്ടിണിയെ പടിയകറ്റുകയും ചെയ്തിരുന്നു. ഇത് സാധാരണക്കാരുടെയും പാവങ്ങളുടെയും ഇടയിലുള്ള പ്രവർത്തനമല്ലായിരുന്നോ? സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും ഉൾനാടൻ പ്രദേശങ്ങളിലെ സാധാരണക്കാർക്ക് വേണ്ടി ആരംഭിച്ചവയാണ്. ഇവയ്ക്ക് തുടക്കത്തിൽ വിദേശ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സഭയുടെ പ്രവർത്തനങ്ങൾ വഴിയായി ആ നാടും വളർന്നു, സ്ഥാപനങ്ങളും വളർന്നു. ഇന്നും അവയിൽ ജോലി ചെയ്ത് ഉപജീവനം കഴിക്കുന്നതും അവയുടെ സേവനങ്ങൾ സ്വീകരിക്കുന്നതും സാധാരണക്കാരല്ലേ? ഭാരത കത്തോലിക്ക സഭയ്ക്ക് 5000-ൽ പരം കാരുണ്യ ഭവനങ്ങളുണ്ട്. അനാഥരെയും വൃദ്ധരെയും ഭിന്നശേഷിക്കാരെയും മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരെയും മറ്റും സംരക്ഷിക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിദേശ സഹായം ലഭിക്കുന്നുണ്ട്. ഇവയുടെ സേവനം സ്വീകരിക്കുന്ന അശരണരായ വ്യക്തികളെ സാധാരണക്കാരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ടോ? എല്ലാ രൂപതകൾക്കും സോഷ്യൽ സർവീസ് സൊസൈറ്റികളുണ്ട്. ഇവ വഴി സാധാരണക്കാർക്ക് എത്രമാത്രം സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നത് എണ്ണിത്തിട്ടപ്പെടുത്തുക പ്രയാസകരമാണ്. ധാരാളം കുടിൽ വ്യവസായങ്ങൾ തുടങ്ങി സാധാരണ വീട്ടമ്മമാർക്കും മറ്റും ജോലി കൊടുക്കാനും സ്വയം തൊഴിൽ നൽകാനും ഇവയ്ക്ക് സാധിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വിദേശ സഹായത്തോടെ ഒരു ടിഷ്യൂ പേപ്പർ യൂണിറ്റ് ആരംഭിച്ചത് ഈ മാർച്ച് മാസത്തിലാണ്. ഇതുപോലെ നൂറുകണക്കിന് പ്രസ്ഥാനങ്ങൾ സാധാരണക്കാർക്ക് തൊഴിൽ നൽകുന്നു. ലഹരി വിരുദ്ധ ഡി അഡിക്ഷൻ സെന്ററുകളിലും വിദേശ സഹായം ലഭിക്കുന്നുണ്ട്. വിദേശ സഹായത്തിന്റെ വലിപ്പം കണ്ട് കണ്ണുമിഴിച്ചു പോയത് 2018-ലെ പ്രളയകാലത്താണ്. ഗൂഞ്ച് എന്നൊരു NGO കുട്ടനാട്ടിലെ പ്രളയബാധിതരെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. ചങ്ങനാശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ അവർക്ക് പ്രവർത്തന സൗകര്യം കൊടുത്തു. അവർ ഭക്ഷ്യധാന്യങ്ങൾ, വസ്ത്രം, മറ്റ് അവശ്യ സാധനങ്ങൾ തുടങ്ങിയവ ഇറക്കി വെച്ചത് ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിന്റെ മുൻപിലുള്ള മുറ്റത്തായിരുന്നു. ഏതാണ്ട് 10,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് 2 നില കെട്ടിടത്തിന്റെ വലിപ്പത്തിലായിരുന്നു സാധനങ്ങൾ അടുക്കിയിരുന്നത്. ഇതെന്ന് വിതരണം ചെയ്ത് തീരുമെന്ന് അതിശയിച്ചിട്ടുണ്ട്. തീരുംതോറും വീണ്ടും വന്നുകൊണ്ടിരുന്നു. കുട്ടനാട്ടിൽ ധാരാളം കുടിവെള്ള പ്ലാന്റുകൾ നിർമ്മിക്കാനും വീടുകൾ വയ്ക്കാനും ഒക്കെ ഈ കാലയളവിൽ വിദേശ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ധാരാളം സഹായങ്ങൾ ഇപ്രകാരം ലഭിച്ചിട്ടുണ്ട്. ഇവയൊക്കെ സാധാരണക്കാരുടെ അനുദിന ജീവിതത്തിന് ലഭിച്ചിട്ടുള്ള സഹായങ്ങളാണ്. വിദേശ സഹായത്തോടെ പ്രവർത്തിച്ച് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നേരിട്ട് ധനസഹായം നൽകുന്ന ഏതാനും പ്രൊജക്റ്റുകളെ കുറിച്ച് കൂടി പറയാം. സേവ് എ ഫാമിലി പ്ലാൻ എന്ന കനേഡിയൻ പ്രൊജക്റ്റ് വഴി കേരളത്തിലെ അതിദരിദ്രരായ 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി വരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു വൈദികൻ താൻ ജർമ്മനിയിൽ ശുശ്രൂഷ ചെയ്ത കാലയളവിലെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അതിദരിദ്രരായ 100 കുടുംബങ്ങൾക്ക് വർഷം 20,000 രൂപ വീതം നൽകുന്ന 20 ലക്ഷം രൂപയുടെ വാർഷിക ബജറ്റുള്ള ഡെയിലി ബ്രെഡ് എന്ന പദ്ധതി നടപ്പാക്കി വരുന്നു. ഫാദർ സെബാസ്റ്റ്യൻ കുന്നത്ത് എന്ന വൈദികനും തന്റെ വിദേശ ശുശ്രൂഷയുടെ സമ്പാദ്യം ഉപയോഗിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകി വരുന്നു. ഇവയൊക്കെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതികളാണ്. ഇതുപോലെ നൂറുകണക്കിന് പദ്ധതികൾ വിവിധ രൂപതകളിൽ നടപ്പാക്കി വരുന്നു. അവയെല്ലാം പൂർണ്ണമായും എഴുതി തീർക്കാൻ സാധിക്കുകയില്ല. എത്ര ചെയ്താലും ആവശ്യക്കാർ ഇനിയും ബാക്കിയാണെന്നതും ലഭിച്ചവർ പലരും തൃപ്തരല്ല എന്നതുമാണ് യാഥാർത്ഥ്യം. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്നറിഞ്ഞുകൊണ്ടും അസംതൃപ്തരുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുമാണ് ഈ സേവനം. ഇത്തരം സേവനങ്ങൾക്ക് പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവയൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല, സാധാരണക്കാർക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നൊക്കെയുള്ള വാദഗതികൾ ഉയർത്തിക്കൊണ്ട് നിസ്സംഗരായി നിൽക്കുന്നവരും വിമർശിക്കാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നതും ഈ സാധാരണക്കാരോട് ചെയ്യുന്ന ക്രൂരത കൂടിയാണ്. FCRA വഴി വിദേശ ഏജൻസികളുടെ ഫണ്ട് മാത്രമാണ് വരുന്നതെന്ന തെറ്റിദ്ധാരണ പലർക്കുണ്ട്. എന്നാൽ അങ്ങനെയല്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന വൈദികരുടെയും സന്യസ്തരുടെയും വരുമാനം രൂപതകൾക്കും സന്യാസ സമൂഹങ്ങൾക്കും ലഭിക്കുന്നത് FCRA വഴിയാണ്. കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്ന അൽമായർക്കും ഇടവകയോ രൂപതയോ ഏതെങ്കിലും പ്രവർത്തനങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമെങ്കിൽ ഈ അക്കൗണ്ട് വഴി മാത്രമാണ് പണം അയക്കാൻ സാധിക്കുന്നത്. ഇപ്രകാരമുള്ള വസ്തുതകൾ മനസ്സിലാക്കാതെ FCRAയ്ക്ക് സാധാരണക്കാരുമായി ബന്ധമില്ലെന്ന തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നത് ദുരുദ്ദേശപരമാണ്. വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. സഭയ്ക്ക് സ്ഥാപനങ്ങളുണ്ട്. അവ സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങളാണ്. അവ കൊണ്ട് ഒത്തിരി സാധാരണക്കാർ ജീവിച്ചു പോകുന്നുണ്ട്. സഭാംഗങ്ങൾ മാത്രമല്ല, മറ്റ് മതവിഭാഗങ്ങളിലുള്ളവരും അവ കൊണ്ട് ജീവിക്കുന്നുണ്ട്. അവരെ പ്രതിസന്ധിയിൽ ആഴ്ത്തരുത് എന്നാണ് കുറിപ്പിന്റെ പൂർണ്ണ രൂപം.